നമസ്കാരം. ഭരണം പോയതിന്റെ നിരാശയും പുതിയ UDF സർക്കാരിന്റെ ജനപ്രിയ വികസന മുന്നേറ്റങ്ങളും കണ്ട് സഹിക്കാൻ കഴിയാതെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നിയമസഭയിലും പുറത്തും നടത്തുന്ന വിചിത്രമായ പത്രസമ്മേളന നാടകങ്ങളാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായ MSC 49% ഓഹരി നിക്ഷേപം നടത്താൻ അദാനി ഗ്രൂപ്പുമായി കരാറിൽ ഏർപ്പെട്ടതാണ് ഇപ്പോൾ പിണറായി വിജയന്റെ പുതിയ ഉറക്കം കെടുത്തുന്ന വിഷയം. ഇന്നലെ സ്വന്തം പാർട്ടി പത്രം വലിയ അക്ഷരങ്ങളിൽ ഇത് LDFന്റെ ദീർഘവീക്ഷണത്തിന്റെ വിജയമാണെന്ന് എഴുതി വെച്ചിട്ട് ഇന്ന് പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ വന്നിരുന്ന് പറയുന്നത് ഇതിൽ വലിയ ദുരൂഹതയും അഴിമതിയും നിയമലംഘനവും ഉണ്ടെന്നാണ്. സംസ്ഥാനത്തിന്റെ വികസനത്തിന് വൻ കുതിപ്പുണ്ടാക്കുന്ന വിദേശ നിക്ഷേപങ്ങളെ പോലും സ്വന്തം രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി കുത്തകവൽക്കരണമെന്നും നാടിനെ തീരെഴുതലാണെന്നും പറഞ്ഞ് പുകമറ സൃഷ്ടിക്കാൻ നോക്കുന്ന പിണറായി വിജയന്റെ ഈ ഇരട്ടത്താപ്പ് കേരളത്തിലെ പൊതുസമൂഹം കൃത്യമായി തിരിച്ചറിയുന്നുണ്ട്. സ്വന്തം കാലത്ത് കാണിച്ചുകൂട്ടിയ സകല കോർപ്പറേറ്റ് അവിശുദ്ധ കൂട്ടുകെട്ടുകളും മറച്ചുവെച്ചാണ് ഇന്ന് പിണറായി വിജയൻ സർക്കാരിനെതിരെ ചട്ടലംഘന ആരോപണങ്ങളുമായി വരുന്നത്. പിണറായി വിജയൻ ഉന്നയിക്കുന്ന പ്രധാന ആരോപണം 25% കൂടുതൽ ഓഹരി കൈമാറ്റം നടത്തുമ്പോൾ സർക്കാരിന്റെ മുൻകൂർ അനുമതി വാങ്ങിയിട്ടില്ല എന്നാണ്. ജൂൺ 29 അദാനി പോർട്ട് സെബിക്ക് കൊടുത്ത അപേക്ഷയിൽ ഓഹരി ഇടപാട് നടന്നു കഴിഞ്ഞുവെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇത് വലിയ നിയമലംഘനമാണെന്നുമാണ് പ്രതിപക്ഷ നേതാവിന്റെ വാദം. അദാനി ഗ്രൂപ്പിന് ഇതിന് എങ്ങനെ ധൈര്യം വന്നുവെന്നും ഇതിന് പിന്നിൽ വലിയ ദുരൂഹതയുണ്ടെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. എന്നാൽ ലോകോത്തര ഷിപ്പിംഗ് കമ്പനിയായ MSC വിഴിഞ്ഞത്തേക്ക് വരുന്നത് വഴി കൂടുതൽ കണ്ടെയ്നറുകൾ ഇവിടേക്ക് എത്തുമെന്ന ലളിതമായ വികസന യുക്തിയെയാണ് പിണറായി വിജയൻ ബോധപൂർവ്വം തമസ്കരിക്കുന്നത്. MSC വന്നാൽ വിഴിഞ്ഞം തുറമുഖം പുതിയ ഉടമയ്ക്ക് വിൽക്കുന്നതിന്റെ ആദ്യപടിയാണെന്നും മറ്റു കമ്പനികളുടെ കപ്പലുകൾ വരുന്നത് തടസ്സപ്പെടുമെന്നും പറയുന്ന പിണറായി വിജയൻ മുൻപ് സ്വന്തം സർക്കാർ നടത്തിയ വിഴിഞ്ഞം കോൺക്ലേവിൽ ഇതേ MSC പ്രതിനിധികളെ വിളിച്ചു വരുത്തിയിരുത്തിയ കാര്യം സൗകര്യപൂർവ്വം മറന്നുപോയി. വിഴിഞ്ഞം ഒരു മൾട്ടി ഓപ്പറേറ്റർ പോർട്ടായി വളരുന്നതിനെ ഈ വിദേശ നിക്ഷേപം സഹായിക്കുമെന്ന് സ്വന്തം പത്രം കണ്ടെത്തിയത് നേതാവ് തള്ളിക്കളയുന്നത് കോൺഗ്രസിനെ അന്ധമായി എതിർക്കാൻ മാത്രമാണ്. വിഴിഞ്ഞം കഴിഞ്ഞാൽ പിന്നെ പിണറായി വിജയന്റെ അടുത്ത ആയുധം ധനബില്ലിലെ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവാണ്. ബെക്കാഡി കമ്പനിയെ സഹായിക്കാൻ മുഖ്യമന്ത്രി VD സതീശൻ തിടുക്കപ്പെട്ട് ധനബിൽ അജണ്ടയിൽ തിരികെ കയറ്റി ഒളിച്ചുകടത്തൽ നടത്തിയെന്നുമാണ് പിണറായിയുടെ പത്രസമ്മേളനത്തിലെ മറ്റൊരു പരാമർശം. UDFൽ ചർച്ച ചെയ്യാതെയാണ് ഇത് നടപ്പാക്കിയതെന്നും അദ്ദേഹം ആക്ഷേപിക്കുന്നുണ്ട്. എന്നാൽ സഭയിൽ ബില്ല് അവതരിപ്പിച്ചപ്പോൾ കൃത്യമായ മറുപടി കേൾക്കാൻ നിൽക്കാതെ സഭ വിട്ടോടിയ ആളാണിപ്പോൾ പുറത്തിരുന്ന് വലിയ ജനാധിപത്യം പ്രസംഗിക്കുന്നത്. തങ്ങളുടെ ഭരണകാലത്ത് മദ്യത്തിന് ഒരു നികുതി ഇളവും നൽകിയിട്ടില്ലെന്നും പഴങ്ങളിൽ നിന്നും ധാന്യങ്ങളിൽ നിന്നും ഹോർട്ടി വൈൻ ഉണ്ടാക്കാൻ മാത്രമാണ് ആലോചിച്ചിരുന്നതെന്നും പറയുന്ന പിണറായി വിജയന്റെ വാദം ഇവിടെയും പൊളിയുകയാണ്. മുൻ LDF സർക്കാരിന്റെ കാലത്ത് കേരളത്തിലുടനീളം പൂട്ടിക്കിടന്ന ബാറുകൾ കൂട്ടത്തോടെ ലൈസൻസ് പുതുക്കി നൽകിയതും മദ്യനയം ഉദാരമാക്കിയതും കേരളം മറന്നിട്ടില്ല. അന്ന് മദ്യമുതലാളിമാരെ സഹായിക്കാൻ ഫയലുകൾ ഒപ്പിട്ടവർ ഇന്ന് പുതിയ ജനപക്ഷ സർക്കാർ ധനസ്ഥിതി മെച്ചപ്പെടുത്താനും വ്യവസായ അന്തരീക്ഷം ഒരുക്കാനും കൊണ്ടുവരുന്ന സുതാര്യമായ ധനബില്ലിനെതിരെ വലിയ വാശി എന്ന് പറഞ്ഞ് കരയുന്നത് എത്രമാത്രം പരിഹാസ്യമാണെന്ന് ഓർക്കണം. ചുരുക്കത്തിൽ ആദ്യഘട്ടത്തിൽ UDF സർക്കാരിന്റെ പ്രവർത്തനം വീക്ഷിക്കാനായിരുന്നു തീരുമാനിച്ചതെന്നും എന്നാൽ ഇപ്പോൾ അനുഭവം കടുത്തതാണെന്നും പറയുന്ന പിണറായി വിജയന്റെ യഥാർത്ഥ നിരാശ പുതിയ സർക്കാർ അഴിമതികൾ ഓരോന്നായി പുറത്തെടുക്കുന്നതിലൂടെയുള്ളതാണ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസനത്തിലായാലും സംസ്ഥാനത്തിന്റെ നികുതി പരിഷ്കരണത്തിലായാലും അനാവശ്യമായ ഭീതി പരത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്.